സുന്ദരമാം പൂവാടി എടുത്തു പറയുകിൽ എന്തൊരു മോടി വിളക്കുകൾ പോൽ തിളങ്ങി നിൽക്കും ഗുരുക്കളും കൂടി അവരുടെ മൊഴികളിൽ കതിരുകൾ കളിച്ചിരി കരുതലി നനുത്ത കുട ചൂടി ഹെവൻസിൻ സുന്ദരമാം പൂവാടി എടുത്തു പറയുകിൽ എന്തൊരു മോടി വിളക്കുകൾ പോൽ തിളങ്ങി നിൽക്കും ഗുരുക്കളും കൂടി അവരുടെ മൊഴികളിൽ കതിരുകൾ കളിച്ചിരി കരുതലി നനുത്ത കുട ചൂടി സുന്ദരമാം പൂവാടി എടുത്തു പറയുകിൽ എന്തൊരു മോടി വിളക്കുകൾ പോൽ തിളങ്ങി നിൽക്കും ഗുരുക്കളും കൂടി അവരുടെ മൊഴികളിൽ കതിരുകൾ കളിച്ചിരി കരുതലി നനുത്ത കുട ചൂടി സ്വരമതു നിറച്ചു ഖുർആനിൽ അവരുടെ കരവിരുദതിലത കവിതകൾ വിരിയണ കളിച്ചിരി പൂത്തിടണ് ഹെവൻസിൻ സുന്ദരമാം പൂവാടി എടുത്തു പറയുകിൽ എന്തൊരു മോടി വിളക്കുകൾ പോൽ തിളങ്ങി നിൽക്കും ഗുരുക്കളും കൂടി അവരുടെ മൊഴികളിൽ കതിരുകൾ കളിച്ചിരി കരുതലി നനുത്ത കുട ചൂടി ഇവരുടെ ശ്രമമതിനടങ്കലും ഉടയവൻ പ്രതിഫലം കനിഞ്ഞിടാൻ തേടാം ഹെവൻസിലേക്ക് എത്തുന്നത് കൊറോണ കാലത്താണ് ഹെവൻസിലേക്ക് എത്തുന്നത് അതിൻ്റേതായിട്ടുള്ള മെൻ്റലി ആയിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം ടീച്ചേഴ്സിൻ്റെ ഫുൾ എഫേർട്ട് നമുക്ക് പുറത്തെടുത്താലും കുട്ടികളിലേക്ക് എത്താൻ പ്രയാസപ്പെടുന്ന ഒരു ഓൺലൈൻ കാലഘട്ടത്തിലേക്കാണ് ഹെവൻസിലെത്തിയത് അതുകൊണ്ടുള്ള പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കരകയറി ടീച്ചിങ് ഹെവൻസിലെ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പോരുമ്പം പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഇറങ്ങുക അള്ളാഹുവേ ഞങ്ങളുടെ മക്കളിലേക്ക് നല്ല കാര്യങ്ങൾ എത്തിക്കുവാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുന്നത് അപ്പം അതിൽ ഞങ്ങളുടെ പെരുമാറ്റത്തിൽ പോലും ഓരോ നമുക്കറിയാം കുട്ടികൾ എത്രത്തോളം അല്ല ടീച്ചേഴ്സിന് എത്രത്തോളമാണ് കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നത് അല്ലേ 1-2 ദിവസമാണ് കുട്ടികൾ വന്നതെങ്കിലും കാരണം ഇത്രയും കുഞ്ഞു മക്കളാണ് ഒബ്സർവേഷൻ സ്കില്ല് വളരെ കീനായിട്ടുള്ള വളരെ ഇതുണ്ടാവുന്ന ഒരു 2 ദിവസം വന്നാൽ പോലും അവർ വീട്ടിൽ വന്നിട്ട്
ടീച്ചർ ഇങ്ങനെയാണ്, ടീച്ചർ അങ്ങനെയാണ് എന്ന് അഭിനയിച്ച് കാണിക്കാനും പറയാനൊക്കെ ഉത്സാഹം കാണിക്കുന്ന മക്കളാണ്. അപ്പം ആ ഒരു പേടി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പം ഒരു ബാഡ് ഫീലിംഗ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവരുതേ എന്നതായിരുന്നു ആദ്യമായിട്ടുണ്ടാവുന്നത്. പിന്നെ മക്കളുടെ സേഫ്റ്റിയും കാര്യങ്ങളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലാഹുവേ നല്ലൊരു രീതിയിലേക്ക് ഈ ഒരു ദിവസം പൂർത്തിയാക്കണേ എന്നുള്ളൊരു നിയത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഹെവൻസിലെ ടീച്ചിങ് എന്ന് പറയുമ്പം ഖുർആൻ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ടീച്ച് ചെയ്യുമ്പോൾ ഉത്തരവാദിത്ത ബോധവും കൂടുതലാണ്. അതേപോലെ ഒരു മനസ്സിന് ഭയങ്കര ഒരു സമാധാനം കിട്ടുന്ന ഒരു ടീച്ചിങ് മേഖലയാണ് ഹെവൻസ് എന്നുള്ളത്. പിന്നെ നമ്മുടെ മക്കൾ വളരെ സ്നേഹം മാത്രം തരാനറിയുന്ന കുഞ്ഞു മക്കളാണ് നമ്മുടെ കയ്യിലുള്ളത്. അവരുടെ കുറുമ്പും കുശുമ്പും ഒക്കെ നമ്മൾ ആസ്വദിക്കുന്ന ഒരു രീതിയിലുള്ള പ്രായത്തിലാണ് ഉള്ളവരോടാണ് നമ്മൾ ടീച്ച് ചെയ്യുന്നത്. അവരെ ടീച്ച് ചെയ്യല്ല, മെൻറ്ററാണ് അവിടെ നടക്കുന്നത്. ഇവിടുത്തെ ഒരു കൂട്ടായ്മയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. കുട്ടികളെ പഠിപ്പിക്കുക, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക എന്നുള്ളതിലുപരി ഹെവൻസ് ഒരു ഫാമിലി ആയിട്ട് മാറുകയും എന്തൊക്കെയോ സ്നേഹങ്ങളും അതേപോലെ കരുതലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് തന്നെ സർപ്രൈസ് ആയിട്ട് ടീച്ചേഴ്സ് ഡേ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഇത്രത്തോളം ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ഒരുക്കി ഞങ്ങളെ വിഷ് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് ആക്കും എന്നുള്ളത്. അൽഹംദുലില്ലാ കടന്നു വന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര ഒരു എന്തോ മനസ്സിൽ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. കരച്ചിൽ വന്നു പോകുന്ന ഒരു അനുഭവത്തിലൂടെയാണ്. നമ്മൾ പുതിയ കുട്ടികളെ നമ്മൾ ആനയിച്ച ഒരു രീതിയിലേക്ക് ഞങ്ങളെ ആനയിപ്പിക്കാനുള്ള ഒരു സന്നദ്ധത കാണിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ ഈ ഒരു കൂട്ടായ്മ വീണ്ടും നിലനിന്ന് ഇനിയുമുള്ള കാലത്ത് നിലനിന്ന് നമുക്കൊരു ഫാമിലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും മിണ്ടിയും പറഞ്ഞും ഒരു ഫാമിലി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടെ എന്തുദ്ദേശം വെച്ചാണോ നമ്മുടെ മക്കൾ ഓരോരുത്തരും ഹെവൻസിലേക്ക് എത്തിയത് ആ ലക്ഷ്യത്തിലേക്ക് അവരുടെ നടന്നെടുക്കാൻ അവർക്കും അല്ലാഹു കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി PTA കമ്മിറ്റിക്കും മാനേജ്മെൻറ്റിനും എൻ്റെ മക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ സർപ്രൈസ് എന്ന് പറയുന്നതല്ലാണ്ട് ഒരിക്കലും എന്താ പറയുക, നമ്മൾ മനസ്സിൽ കാണുന്ന എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളൊന്ന് മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടാവുമല്ലോ. തികച്ചും വ്യത്യസ്തമായിട്ടായിരുന്നു ഇന്നിവിടെ കയറി വന്നപ്പോൾ ഒരു അനുഭവം. അങ്ങനെ ഒരുപാട് മേഖലകൾ, ഒരുപാട് സ്കൂളുകളിൽ പരിചയം ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ ഒരു ഹെവൻസ് എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയാവുന്ന അള്ളാഹുവിൻ്റെ കലാമും കൂടെ നമ്മൾ ഈ കുരുന്നുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷവും സമാധാനവും നൽകുന്ന ഒന്നാണ്. നമ്മൾ അറബിക്ക് പഠിപ്പിക്കുമ്പം ആ ലെറ്ററുകൾ കൂട്ടി വായിച്ച് അവർ ലൈഫ് ലോങ് അവർ ഖുർആൻ പാരായണം ചെയ്യുമ്പം അതിൻ്റെ ഒരു വിഹിതം ഉണ്ടാവും എന്നുള്ള ആ ഒരു കിട്ടണം എന്നുള്ള ഒരു നിയത്തോടു കൂടിയാണ് നമ്മൾ എത്തുന്നത്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്താ പറയുക, നമുക്ക് കിട്ടുന്ന സാലറിയോ അല്ലെങ്കിൽ ഒന്നും ഇല്ല എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം അതിൻ്റെ ഒരു സമാധാനം വേറെ തന്നെയാണ്. മേമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുരുന്നുകൾ പറയുന്ന ഓരോ കാര്യങ്ങൾ മുമ്പ് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ശരിക്കും ഈ മക്കളെടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഒരു ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു അനുഭവമാണ് വയ്യാണ്ടായ സമയത്ത് ആ പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളത്. അത് ശരിക്കും എന്താ പറയുക, നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് ചൊല്ലിക്കൊടുക്കുമ്പോൾ ഒരാൾ തലവേദനയാണ് അല്ലെങ്കിൽ വയറുവേദനയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും അല്ലാഹുമ്മ ഇശ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക. അപ്പോൾ ഒരു ദിവസം വയ്യാന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് അത് ഇങ്ങോട്ട് കിട്ടുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയൊരു സന്തോഷം. എന്താ പറയുക, നമുക്ക് വേറെ എന്ത് കിട്ടുന്നതിനെക്കാട്ടിലും വലുതായിട്ട് ഞാൻ അതിനെ കണ്ടു. പിന്നെ എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസം ഒരുപാട് നമ്മൾ മറ്റ് ഇതിൽ നിന്നൊക്കെ എന്താ കുറേ ഗിഫ്റ്റും കുറേ ഗ്രീറ്റിംഗ് കാർഡ്സൊക്കെ വാങ്ങി പോവുക. സാധാരണ അങ്ങനെയാണല്ലോ ഉണ്ടാവല് ടീച്ചേഴ്സ് ഡേ ആവുന്ന സമയത്ത്. പക്ഷെ അതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായി, ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ എന്താ പറയുക, ഞങ്ങളെ സർപ്രൈസ്ഡ് ആക്കിയതിന് എല്ലാവർക്കും, മാനേജ്മെൻറ്റിനും അതേപോലെ PTA കമ്മിറ്റി മെമ്പേഴ്സിനും നമ്മളെ കുഞ്ഞു കുരുന്നുകൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശരിക്ക് ഈ മാനേജ്മെൻറ്റും നമ്മളെ PTA അംഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ ടീച്ചേഴ്സിനും കൂടെ മാതൃക ആവാന്നുള്ളതാണ്. ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അൽഹംദുലില്ലാ
എന്തായാലും സന്തോഷമുണ്ട്. പിന്നെ ഈ പ്രത്യേകിച്ച് എനിക്കങ്ങനെ ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ ഹെവൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ടീച്ചർ എന്നുള്ളത് അങ്ങനെ തന്നെ ആവണം. എങ്കിലും നമ്മൾ പഠിപ്പിക്കുന്ന രീതിയും അതുപോലെ തന്നെ നമ്മൾ പകർന്നു നൽകുന്ന സ്നേഹവും അതുപോലെ നമ്മൾ കൊടുക്കുന്ന പ്രതീക്ഷയും കരുതലും അതെല്ലാം കൂടെ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ സമീപിക്കുന്നതും കുട്ടികളോട് ഒരു എന്താ പറയുക ഒരു ടീച്ചിങ് എന്ന് മാത്രമല്ല, ഒരു പ്രത്യേകിച്ച് ഒരു സിലബസ് പഠിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ ഒരു ടീച്ചറിൻ്റെ ഇത്. അപ്പം ആ ഒരു കാര്യത്തിൽ നമ്മൾ എത്രയോ സന്തോഷവാന്മാരാണ്. എന്നുവെച്ചാൽ ഈ ഹെവൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾക്ക് നമ്മൾ എന്താ അങ്ങോട്ട് കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ സാധാരണ മറ്റ് സാധാ സ്കൂളുകൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു കാര്യത്തിൽ. ഒരു ചെറിയൊരു അനുഭവം പറയാം. ഒരു ദിവസവും രാവിലെ എല്ലാ ദിവസവും ഫസ്റ്റിലെ 10 മിനിറ്റ് നമ്മളെ ദുആകളും അദ്കാറുകളൊക്കെ ചെല്ലുന്നൊരു സമയമാണല്ലോ. അപ്പം അതേപോലെ ഒരു ദിവസം ഇങ്ങനെ ദുആ ചെല്ലുന്ന സമയത്ത് ഒരു മോൻ എഴുന്നേറ്റ് നിന്ന് എന്നോട് പറഞ്ഞു, മേമേ എൻ്റെ ഉമ്മക്ക് സുഖമായില്ല കേട്ടോ എന്ന്. അതെന്തിനാന്നറിയോ? ആ പ്രാർത്ഥനയിൽ ഓൻ്റെ ഉമ്മനെയും കൂടി ഉൾപ്പെടുത്താരാ. ഭയങ്കര എനിക്ക് ആ സമയം പിന്നെ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ആ കുട്ടീനോട് സത്യത്തിൽ. അപ്പം ഞാൻ ആ ഒരു സംഭവം ഞാൻ ഓൻ്റെ ഉമ്മനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവം പറഞ്ഞു. അപ്പം പറഞ്ഞ് അത് മോൻ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പിന്നെ മേമ പ്രാർത്ഥിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ പേരൻസിനായാലും ആ ടീച്ചറായാലും എത്ര സന്തോഷമായിരിക്കും. പഠിപ്പിക്കുന്നത് ഇവിടെ ഖുർആനാണ്, ഹദീസാണ്. ഈ ചെറിയ മക്കളുടെ ഇവരെല്ലാം സൂചിപ്പിച്ച പോലെ ട്രൂ ലവ് എന്ത് പറഞ്ഞാലും കുട്ടികളെ സത്യസന്ധമായിട്ട് നമുക്കിപ്പം ഈ ലോകത്ത് തിരിച്ചു കിട്ടാത്ത ഒന്നാതാണല്ലോ. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ +2 പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. പിന്നെ മൂപ്പര് ഒരിക്കലും ഞാനും ഹസ്ബൻഡും കൂടി ഒരിക്കലും പോകുന്ന സമയത്ത് എടവണ്ണപ്പാറ എത്തിയ സമയത്ത് നല്ല ട്രാഫിക് ജാമാണ്, എനിക്കറിയാലോ എടവണ്ണപ്പാറത്തെ സ്ഥിതി. ആ സമയത്ത് ഒരു പാരൻ്റ് കാറും നിർത്തിയിട്ട് എന്നോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഓ ഈ വലിയ ആളായി പോയല്ലോ, ഞാൻ ഇത്രയും ചെറിയ കുട്ടീനെ മൂപ്പര് +2 കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞേ കെമിസ്ട്രി പഠിപ്പിച്ചത് കിട്ടൂല, ഞാൻ പഠിപ്പിക്കുന്നത് ഖുർആനാണ്, അതുകൊണ്ടാണ്. അതാണ് പിന്നെ ഇങ്ങനെ പറയാനുള്ള കാരണം. പിന്നെ മക്കൾ പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് കിട്ടുമ്പോഴല്ലേ കുട്ടികൾ പറഞ്ഞു കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ. അതിലുപരിയാണ് ഇവരെ വായിൽ നിന്ന് ഒരു ദിക്റ് അതേപോലെ ഖുർആൻ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതാണ് പിന്നെ ഈ മേഖലയിലേക്ക് പിന്നെയും തിരിച്ചു വരാൻ മനസ്സിനെ പ്രേരിപ്പിച്ചത്. ആദ്യമായിട്ട് ഞങ്ങൾക്ക് തന്ന ഈ സർപ്രൈസിന് എന്താ പറയുക, അൽഹംദുലില്ലാ, ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ആദ്യമായിട്ട് തന്നെ ഞാൻ ഈ ഒരു തിരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞതാണ്, പക്ഷേ കൂടുതലായിട്ട് എനിക്ക് വർക്ക് കിട്ടിയിരുന്നത് പീഡിയാട്രിക്കിലായിരുന്നു, അതുകൊണ്ട് കാർഡിയോളജിലും. പക്ഷെ അന്ന് പീഡിയാട്രിക്കിൽ ഞാൻ വർക്ക് ചെയ്യുമ്പം ഈ ചെറിയ മക്കളൊക്കെ എന്നെ കാണുമ്പോൾ അവർക്ക് പേടിയായിരുന്നു. എന്താണെന്നൊക്കെ അറിയാലോ, ഈ കുട്ടികൾക്ക് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്തും ട്രിപ്പിലൊക്കെ ഇങ്ങോട്ട് വരുമ്പം അവർ റെഡി ആയിട്ട് പോകുമ്പം കൗണ്ടറിലൊക്കെ വെച്ച് നമ്മളെ കാണുകയാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഒരു പേടിയാണ് അവർക്ക്. അവർ ഓടി ഒളിക്കും, അല്ലെങ്കിൽ ഉമ്മച്ചിൻ്റെ കൂടെ ബാക്കോട്ട് ഇങ്ങനെ നിൽക്കും. അവർ എന്താ വെച്ചാൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ വരികയെന്ന് വിചാരിച്ചിട്ട്. അതിന്ന് ഞാൻ പിന്നെ മാരേജ് കഴിഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു നേഴ്സിങ്ങിന് പോവണ്ട. പിന്നെ എനിക്ക് അന്നേ ഈ കുട്ടികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ചെറിയ കുട്ടികളോട്. അപ്പം ഞാൻ പിന്നെ തിരഞ്ഞെടുത്തതാണ് ഈ ഒരു ടീച്ചിങ് മേഖലയിലേക്ക് എത്തിയത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 2009 ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഐഡിയൽ എന്ന് പറഞ്ഞ നഴ്സറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞേരെയാണ് ഞാൻ ഈ ഹെവൻസിലേക്ക് ചാടിയത്. അപ്പോൾ എന്താ പറയുക, ഈ മക്കളെടുത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, നേഴ്സിംഗ് ആ പീരീഡിൽ കുട്ടികൾക്ക് എന്നെ കാണുമ്പോൾ പേടിയാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഈ പീരീഡിൽ മക്കൾ എന്നെ കാണുമ്പോൾ എന്താ പറയുക, നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ കുട്ടികളിങ്ങനെ എല്ലാം കൂടെ ഇങ്ങോട്ട് ഓടി വന്നിട്ടുണ്ട്, നമ്മളൊരു കെട്ടിപ്പിടുത്തം. അല്ലെങ്കിൽ ചില കുട്ടികളുണ്ടാവും നമ്മുടെ ചുരിദാറിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് പോകുന്നുണ്ടാവും. എനിക്ക് എന്താണെന്ന് അറിയാറില്ല, അവരെന്നെ എന്ത് തന്നെ കുറേ അങ്ങോട്ട് നമ്മൾ പോയിരിക്കും നമ്മൾ പറയുന്നുണ്ടാവും. പക്ഷേ അവർ പിന്നെയും വരും നമ്മളെ അടുത്തേക്ക്. ഇനി നമ്മൾ അവരോട് എന്താ പറയുന്നത്, അവരെ സ്നേഹിക്കുകയാണോ
അവരെ ദേഷ്യപ്പെടുകയാണ് പാവം അതുങ്ങൾക്ക് അറിയുന്നില്ല. അവരുടെ ഈ കിളിക്കൊഞ്ചലുകൾ നമുക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ മക്കളെ എന്ത് പറഞ്ഞാലും അവരുടെ ഈ വികൃതികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ ദൂരെ നിന്ന് ഞാൻ ആസ്വദിക്കും അവരുടെ വികൃതികളൊക്കെ കേട്ടോ. പിന്നെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ വർക്ക് ചെയ്യുമ്പോൾ എനിക്കുണ്ടായൊരു വളരെ സങ്കടകരമായൊരു അനുഭവം. ഞങ്ങളെ ആലുവയുടെ നടക്കുകയാണ്. ഒരു കുട്ടിയുടെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി അന്ന് UKG കഴിഞ്ഞ് പോയോന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ആലുവയുടെ നടക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനെ ആ ചെയറിൽ ഇരുന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കാക്കനെ വിളിച്ച് പറഞ്ഞു, മോൻ ഉറങ്ങി വീഴുന്നുണ്ട്, അപ്പോൾ മോനൊന്ന് നോക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കുട്ടിയെ നല്ല ഇങ്ങനെ മാടി വിളിച്ചു. ആ കുട്ടി എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ഓടി വന്നിട്ടുണ്ടല്ലോ, എന്നെ പിടിച്ച് വെച്ചൊരു കരച്ചിലുണ്ട്. ആ കരയുന്ന ടൈമിൽ ആ കുട്ടിയുടെ ഉമ്മ ഉണ്ടെങ്കിൽ ആ ഉമ്മ മടിയിലിരുത്തി തലോക്കില്ലെന്നോ കുട്ടിയെ. പക്ഷെ അതുണ്ട്. പിന്നെ മെനിയാമൂത്തുകാർക്ക് ഒരു കുട്ടീനെ കൂടെ പറഞ്ഞു വിട്ട്, എനിക്ക് മറക്കാൻ കഴിയാത്ത അനുഭവം കേട്ടോ. ആ കുട്ടീനെ പറഞ്ഞു വിട്ട് ഇവിടെ എന്തോ ട്യൂഷൻ എന്തോ ഉണ്ടെന്ന്. പക്ഷെ ആ മോന് ഇങ്ങോട്ട് ഓടിക്കേറി വരികയാണ്. അപ്പൊ ഈ ദൂരെ നിന്ന് ആ മോൻ എന്നെ കണ്ട് അവിടെ ഞാൻ ബസ്സിനകത്ത് പോകുന്നു. ആ കുട്ടിയുടെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ മോൻ ഓടി വന്ന് എൻ്റെ അടുത്ത് പറയാണ്, ടീച്ചറെ ഞാൻ നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ വന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കും നിങ്ങൾ പോകുന്ന ഓർത്താണ് ഞാൻ അപ്പം ഓടി വന്നത്, ബസ് കയറി പോകുന്നത്. ആ കുട്ടിക്ക് എന്നോട് എന്തൊക്കെയോ പറയാ. കുട്ടി എന്തൊക്കെ നമ്മൾ അന്ന് കൊടുത്ത ഒരു സ്നേഹമാണത്. ഈ കുഞ്ഞു മക്കൾക്ക് എന്നും ആ സ്നേഹം നിലനിൽക്കും നമ്മുടെ അടുത്ത്. നമ്മുടെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നതും ഈ കുഞ്ഞു മക്കളെ ആയിരിക്കും. ഞാനിപ്പോൾ വീട്ടിൽ പോയാലും നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു ടെൻഷനും ഉണ്ടാവില്ല ഇവിടെ എത്തുമ്പോൾ. പിന്നെ നമ്മുടെ ക്ലാസ് മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഞാൻ പറയാം. ഞാനിപ്പോൾ Sky 3 Sky 2 കഴിഞ്ഞ് Sky 3-ലേക്കായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ എൻ്റെ Sky 3-ലെ മക്കൾ ഞാൻ Sky 1-ലായപ്പോണ്ടല്ലോ ആ വിൻഡോൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പാളി നോക്കി നിൽക്കൂട്ടോ. എൻ്റെ മിർഫയൊക്കെ കരയും. അതുങ്ങൾ നിങ്ങൾ വരുന്നില്ല ക്ലാസ്സിലേക്ക്, വരുന്നില്ലേ. അപ്പം മക്കൾ ഞാൻ വരുന്നില്ല എന്ന് കണ്ടു പിന്നെ എന്നോട് പോകുമ്പോൾ ഒന്ന് നോക്കും. ഇതൊക്കെ എനിക്ക് എന്താ പറയുക, എനിക്ക് വാക്കുകളില്ല. ഇവരുടെ ഈ സ്നേഹം, ഈ നിഷ്കളങ്കമായ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിച്ചതിൽ ഞാൻ നന്ദി പറയാണ്. ഈ എന്താ അൽഹംദുലില്ലാ എനിക്കിങ്ങനെ ഒരു അവസരം റബ്ബ് ഉദ്ദേശിച്ചിട്ടാണല്ലോ ഞാനിവിടെ എത്തിപ്പെട്ടത്. അതുകൊണ്ട് ഇനി കൂടുതൽ എന്താ പറയുക ഉഷാറാവാൻ വേണ്ടി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ടീച്ചിങ് മേഖലയിൽ ഞാൻ 8 വർഷത്തോളമായി പ്രാക്ടീസ് നടത്തുന്നു. മാഷാ അല്ലാഹ് ഈ ഒരുപാട് ടീച്ചേഴ്സ് ഡേ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടീച്ചേഴ്സ് ഡേ അഭിമുഖീകരിക്കുന്നത്. മാഷാ അല്ലാഹ് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഹെവൻസ് മാനേജ്മെൻറ്റ് ആൻഡ് PTA മെമ്പേഴ്സ് എല്ലാവർക്കും മാഷാ അല്ലാഹ് മബ്രൂക്ക്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഹെവൻസിൽ വരുന്നത് ഓൺലൈൻ സമയത്താണ്. 2 വർഷത്തോളം ഓൺലൈൻ ക്ലാസ് എടുത്തു. ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു എങ്ങനെ ഈ മക്കളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. ഫസ്റ്റൊക്കെ ഞങ്ങൾ വാട്സപ്പ് ക്ലാസ് ആയിരുന്നു സെൻഡ് ചെയ്യുക. ഏതൊക്കെ വിധത്തിൽ അഭിനയിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടായിരുന്നു ക്ലാസ് വീഡിയോ ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുക പാരൻസിന്. പക്ഷേ മക്കളെന്താ അതിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മളെ എന്താ പറയുക നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. ഓരോ ഓൺലൈൻ ക്ലാസ്സിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അതിനൊക്കെ ഇടയിൽ പാരൻസ് അവരെ ഇരുത്താൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അതോ ഇതൊന്ന് എങ്ങനെയെങ്കിലും ഓഫ്ലൈൻ ആയി കിട്ടിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ വിചാരിക്കുമായിരുന്നു. അതിൽ നിന്ന് ഒരു 1.5 വർഷത്തോളം കഴിഞ്ഞപ്പോൾ പിന്നെ ഓഫ്ലൈനായി. Sky 2 പകുതിയോളം ആകുമ്പോഴാണ് നമുക്ക് ആ കുട്ടികളെ കിട്ടുന്നത്. എൻ്റെ ഫസ്റ്റ് ബാച്ച് ഇറങ്ങുന്നത് ഒരു ഓൺലൈൻ ബാച്ച്. മാഷാ അല്ലാഹ് എങ്കിലും അവർ നല്ല ഉഷാറായിട്ട് തന്നെ ഹെവൻസിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ആദ്യമായിട്ടാണ് ഈ വർഷം എനിക്ക് എൻ്റെ Sky 1 എന്താ പറയുക നെക്സ്റ്റ് ഇയറിലും ഞാൻ Sky 3 തന്നെയായിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായത്. ആദ്യമായിട്ടായിരുന്നു ഞാൻ Sky 1 ക്ലാസ് മാനേജ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായത്. അപ്പോൾ ഇപ്പോഴും അതേ അവസ്ഥ. ഞാനൊരു 2-3 മാസം അവിടെ Sky 1-ൽ ക്ലാസ് എടുത്ത് മക്കളായിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും എന്നെ പിടിച്ചിട്ട് Sky 3-ൽ ഇട്ടു. തീർത്തും എനിക്ക് എന്താ പറയുക ഭയങ്കര സങ്കടം. എനിക്ക് ആ മക്കളായിട്ട് ഇങ്ങനെ പിരിയാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് അവർ കൂടെ ഇങ്ങനെ വരികയായിരുന്നു. ആ സമയത്താണ് എന്നെ Sky 3-ലേക്ക് വീണ്ടും പിടിച്ചിട്ട്. മാഷാ അല്ലാഹ് ഇപ്പം ഞാൻ Sky 3 ആയിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് ഇങ്ങനെ വരികയാണ്. ഏതായാലും നമ്മുടെ എന്താ പറയുക മക്കളെ എവിടെ കണ്ടാലും നമ്മൾ ഇതേമാതിരി റംലാമ പറഞ്ഞ പോലെ മോർണിംഗിൽ ഇങ്ങനെ വരുന്ന സമയത്ത് മാം എന്ന്
പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും. ഓരോരുത്തർ അവിടുന്ന് ഇവിടുന്നൊക്കെ ഹാൻഡ് കൈ കൊണ്ടിങ്ങനെ വരും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഷെയ്ക്കിൻ്റെ അടുത്ത് ഇങ്ങനെ കൈ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സന്തോഷമാണ്. മാഷാ അല്ലാഹ്. ഫൗസിയ മാം പറഞ്ഞ പോലെ നല്ല ആഗ്രഹമായിരുന്നു കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ കുറേ കഴിഞ്ഞ് മക്കളൊക്കെ ആയതിൻ്റെ ശേഷം ഇടയ്ക്ക് എൻ്റെ കസിൻസും ബാക്കി ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ട്, ടീച്ചേഴ്സും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ടുള്ളവർ. അവരൊക്കെ എപ്പോഴും പറയും പിന്നെ PSC എഴുതിക്കൂടെ, PSC ട്രൈ ചെയ്തൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം പിന്നെ എന്തെങ്കിലും ജോലി കിട്ടിയാൽ നിർബന്ധമായിട്ട് പോവണ്ടേ, അപ്പോൾ അത് ടീച്ചിങ് ഫീൽഡ് മാത്രമായിരിക്കില്ലല്ലോ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ PSC ഒരൊറ്റ പ്രാവശ്യം ട്രൈ ചെയ്തു, പിന്നെ ആ ഭാഗത്തേ പോയിട്ടില്ല. ഇപ്പോഴും എന്നെ കണ്ട എൻ്റെ ഇളാമ്മയൊക്കെ ചോദിക്കും എന്തുകൊണ്ട് ഇതുവരെ ഈ ചെയ്യുന്നില്ല. പക്ഷേ ഞാനിവിടെ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസമാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര വിഷമം സങ്കടം ഉണ്ടായിട്ടാണ് വീട്ടിൽ നിന്ന് വരുന്നതെങ്കിലും ഇവിടെ എത്തുമ്പം അതെല്ലാം മറക്കും. മക്കളുടെ അടുത്ത് എത്തുമ്പോൾ ഒന്നും ഓർമ്മയില്ല, ബാക്കി ഓരോരുത്തുള്ള കളി, സന്തോഷം, ചിരി. എത്ര നമ്മൾ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലും വഴക്ക് പറയാതിരിക്കാൻ പ്രാർത്ഥിച്ചിട്ടാണ് വരല് സാധാരണ. എന്നാലും ഇവിടെ എത്തിയിട്ട് എന്തെങ്കിലും പറയേണ്ടി വരുമ്പം പിന്നെ നമുക്ക് സങ്കടമാണ്. പക്ഷെ മക്കൾ എന്താ വിചാരിക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവർക്ക് നമ്മൾ ഈ വിചാരിച്ചതിനെക്കാട്ടിയും ഒരുപാട് സ്നേഹമാണ്. എത്ര നമ്മൾ അവരെ പറഞ്ഞിട്ടുണ്ടോ അവർക്കാണ് കൂടുതലായിട്ട് ഇങ്ങോട്ട് ഒരു അറ്റാച്ച്മെൻറ്റും സ്നേഹവും ഒക്കെ ഉള്ളത്. അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞു എന്നല്ല കേട്ടോ. അപ്പോൾ എന്ത് പറയുകയാണെങ്കിലും ഓരോരുത്തർ എന്തെങ്കിലും കച്ചറ കളിച്ചിട്ട് നിൽക്കുമ്പോൾ ഇവർ എന്തേലും പറയാൻ നിൽക്കുമ്പോൾ ആ ഒരു ചിരി ഉണ്ടാവും. അത് കണ്ടാൽ പിന്നെ ഒന്നും അങ്ങോട്ട് പറയാൻ തോന്നാത്ത ഒരവസ്ഥയാണ്. അതുപോലെ വേറെ എന്താ, ഇവിടേക്ക് വരാൻ കാരണം തന്നെ ലുബ്ന മാമാണ്. ലുബ്ന മാം അന്ന് എൻ്റെ മോന് ഹെവൻസാണ് പഠിച്ചത്. അപ്പോൾ മോന് ഇവിടെ ആയ സമയത്ത് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എപ്പോഴും പറയും ഒന്ന് ട്രെയിനിങ്ങിന് പോയിക്കൂടെ. അപ്പോൾ ഞാൻ പറയും മാം ഇങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ പോവാമെന്ന് പറഞ്ഞു. എന്നാലും എൻ്റെ മനസ്സ് ഉറപ്പില്ല പോകും എന്നുള്ളത്. അന്ന് എൻ്റെ ഉപ്പക്ക് ഒരു സർജറിയൊക്കെ ആയിട്ട് ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ആണ് മാം പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും അമിന മാമിൻ്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൂട്ടത്തിൽ പോയി വന്നപ്പോൾ ആണ് പിന്നെ അതിൻ്റെ ഒരു ഫീൽഡിലേക്കുള്ള ഒരു ഇറങ്ങാനുള്ള ഏറ്റവും നല്ലൊരു ആഗ്രഹം വന്നത്. ഏതായാലും അൽഹംദുലില്ലാഹ് ഇത് ഇങ്ങനെ പോകണു. അള്ളാഹു എല്ലാ ഹൈറും ബർക്കത്തും തരട്ടെ. പിന്നെ ഇന്ന് നമ്മളെ സ്വീകരിച്ച് എല്ലാ PTA മെമ്പേഴ്സും കമ്മിറ്റി മെമ്പേഴ്സിനും എല്ലാം താങ്ക്സ് എലോട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് രാവിലെ തന്നെ ഫോണെടുത്ത് നോക്കിയപ്പോൾ കണ്ട വീഡിയോസ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. അത് മക്കളുടെ എല്ലാ വീഡിയോസും എനിക്ക് രാവിലെ ടൈമില്ലായിരുന്നു. എന്നാലും ഞാൻ ആ പണിയൊക്കെ നിർത്തി വച്ചിട്ട് എല്ലാവരുടെയും വോയിസ് ഞാൻ കേട്ടതിന് ശേഷം മെസ്സേജ് അയക്കുകയും ചെയ്തു. അത്രയ്ക്കും സന്തോഷമുള്ള ഒരു കാര്യം. എനിക്ക് തോന്നുന്നു ഒരു ഗിഫ്റ്റ് കിട്ടുന്നതും ഡയറക്റ്റ് ഒരു ഗിഫ്റ്റ് തരുന്നതിലും എത്രയോ സന്തോഷം എനിക്ക് അതുകൊണ്ട് തോന്നി. പിന്നെ കുട്ടിക്കാലത്തെ എനിക്ക് ടീച്ചിങ് നല്ല ഇഷ്ടമായിരുന്നു. എൻ്റെ ടീച്ചറെ ഞാൻ എപ്പോഴും വാച്ച് ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ടീച്ചർ എല്ലാവർക്കും എന്തൊരു ഇഷ്ടമാണെന്നറിയാം. നമ്മൾ ഏത് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴൊക്കെ കുട്ടികൾക്ക് അവരോട് ഒരു പ്രത്യേക റെസ്പെക്റ്റും അവർ നല്ല സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുക. മറ്റൊരു ഫീൽഡിലും എനിക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു ടീച്ചർ ആവാന്നുള്ളത് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു. പക്ഷേ കുറച്ച് കല്യാണത്തിനൊക്കെ ശേഷമാണ് പിന്നെ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയത് മോണ്ടിസറി ചെയ്യാനും. പിന്നെ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ രാമനാട്ടുകര ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പോകാനുള്ള പ്രയാസം കൊണ്ട് ഒരു വർഷമേ എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം ഞാൻ റിവർവ്യൂ പബ്ലിക് സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തത്. അതിന് ശേഷമാണ് ഇവിടേക്ക് വരുന്നത്. പ്രബോധനത്തിൽ ഒരു പരസ്യം കണ്ട് ഇങ്ങനെ ഹെവൻസിലേക്ക് ടീച്ചേഴ്സിനെ എടുക്കുന്നുണ്ടെന്ന്. ഇതിന് മുമ്പ് ഞാൻ തിരുത്തിയാട് ഒരു ഷൽക്കത്ത് സാഹിബ് നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഖുർആൻ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അവിടുന്ന് കിട്ടിയതാണ് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുന്നവരും എല്ലാവരും അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ടവരാണ്. അവരാണ് ഏറ്റവും ഉത്തമർ എന്ന്. പക്ഷേ നമുക്ക് പഠിക്കാം, എങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിയും? എനിക്ക് വലിയൊരു ടെൻഷനായിരുന്നു. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ
അത് ചോദ്യം ചെയ്യപ്പെടും എന്നൊരു ചിന്തയും മറ്റുള്ളവർക്ക് ഖുർആൻ പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് എനിക്ക് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നടക്കും. അതിലേക്ക് നമ്മളെ വഴി കാണിക്കും എന്ന് എൻ്റെ ഈ അനുഭവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ഹെവൻസിലേക്ക് എത്തി എൻ്റെ ഈ കുഞ്ഞു മക്കൾക്ക് ഖുർആൻ പകർന്നു കൊടുക്കാനും നല്ല കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാനും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം എനിക്ക് എത്രയോ വിലപ്പെട്ടതാണ്. അത് എൻ്റെ എല്ലാ പ്രയാസങ്ങളെയും അതിജീവിക്കാനും എനിക്ക് എൻ്റെ ലൈഫിൽ ഇങ്ങോട്ട് വന്നതിന് ശേഷം തന്നെ എനിക്ക് പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് അല്ല എനിക്ക് ഇതിലൂടെ തന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി അങ്ങനെ ആവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പേര് മുർഷിദ. പലർക്കും പരിചയം ഉണ്ടാവും, എന്നാലും പരിചയമില്ലാത്തവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 3 days ആയിട്ടുള്ളൂ. എന്നിരുന്നാലും ഹെവൻസിൻ്റെ ഒരു അനുഭവം പറയാണ്. 2.5-3 വയസ്സുള്ള Sky 1-ലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവരിങ്ങനെ ഖുർആൻ റിസൈറ്റ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ, ദുആസ് ചൊല്ലുന്നത് കേൾക്കുമ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുണ്ട്. ഇതിന് മുന്നേ എനിക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരു 10-15ഓളം മെസ്സേജ് ഉണ്ട് വാട്സപ്പിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ചിട്ട് എൻ്റെ സ്റ്റുഡൻസ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചതാണ്. അപ്പോൾ എന്നത്തേക്കാളും വളരെയധികം സന്തോഷത്തോടെ കൂടിയാണ് ഞാൻ ഇന്ന് എൻ്റെ ഡേ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇവിടെ വന്നപ്പോൾ PTA മാനേജിംഗ് കമ്മിറ്റി വലിയൊരു സർപ്രൈസ് തന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ 1993 മുതൽ 2002 വരെ വർക്ക് ചെയ്താണ്. മാഹിയല്ല, അഴിയൂർ മാഹിക്കടുത്ത് സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു 20-22 വർഷത്തിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചിരുന്ന കുട്ടികളുടെ മക്കളെയാണ് എനിക്ക് അവസാനം പഠിപ്പിക്കാൻ കഴിഞ്ഞത് ഇങ്ങോട്ട് വരുന്ന സമയത്ത്. പിന്നെ ഏറ്റവും ആസ്വദിച്ച് ചെയ്യാവുന്ന ഒരു ജോലിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അത് ഒരു ഭാരമായി കാണുന്ന അധ്യാപകരുണ്ടാകും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാതെ സന്തോഷം നൽകുന്ന നല്ല ഒരു ഇതായിരുന്നു. അതേപോലെ തന്നെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അധികം പറയാം. ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒരു കവിത എഴുതിയിരുന്നു, ഒരു 4 വരി. അത് പാടുന്നല്ല പറയാ. കളിയും ചിരിയുമായി കൺമുമ്പിലെത്തിടും കൊച്ചു ബാല്യങ്ങളെ കണ്ടിടുമ്പോൾ കനലായി എരിയുമൻ കൽപകം മഞ്ഞുപോൽ ഉരുകി ഞാൻ അവരിൽ ഒരാളായിടും. ആ 4 വരിയിൽ ഒരു 4 പേജ് എഴുതാനുള്ളതുണ്ട്. കാരണം അത്രയും ചെറിയ മക്കളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്ക് മനസ്സിന് സുഖം കിട്ടുന്ന വേറൊരു ജോലി ഇല്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പഠിച്ചിട്ടുള്ള അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തും പരലോകത്തേക്കും ഒരു ഉപകരിക്കുന്ന ഒരു പ്രവർത്തനം കൂടി ആയിത്തീരുകയാണ്. ഏതായാലും ഈ സമയത്ത് ഈ ഹെവൻസിലെ ടീച്ചേഴ്സിന് പ്രത്യേക അഭിവാദ്യം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മൾ പ്രതീക്ഷയിലും നല്ല ഭംഗിയായിട്ട് തന്നെ പരിപാടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്നുള്ളതിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ പാട്ട് ടീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ളൊരു പാട്ട് നമുക്ക് സെറ്റാക്കാന്നുള്ളത് നമ്മൾ ആ ഒരു ധാരണയിലെത്തിയപ്പം കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടമായി. അങ്ങനെ വേഗം ഷാഹിദാത്തിനെ വിളിച്ച് വരികളൊക്കെ സെറ്റാക്കി. അതിനെ കുറച്ച് മൂസിനെ ഹെൽപ്പ് ചെയ്ത്, പിന്നെ അതേപോലെ തന്നെ ജസ്താത്ത, ഷബു, ഓരോ ടീച്ചേഴ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു. പിന്നെ നമ്മൾ അത് വേണ്ട, മൊത്തത്തിൽ എല്ലാവരെയും കൂടി ഒരുമിച്ചാക്കാൻ വിചാരിച്ചു. അപ്പോൾ പാട്ട് നല്ല അടിപൊളിയായി, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഷാഹിദാത്തൊക്കെ അതിന് താങ്ക്സ് സ്പെഷ്യൽ. പിന്നെ PTA ഉള്ള എല്ലാവരും എന്താ പറയുക നല്ല ഹെൽപ്പ് ചെയ്ത്, എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ട് ടീച്ചേഴ്സിനെ എന്താ പറയുക സർപ്രൈസ് ആയിട്ട് ചെയ്യണം എന്നുള്ളതും നല്ല സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതും. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇത്രയും നല്ല ടീച്ചേഴ്സിനെ കിട്ടിയതാണ് നമ്മളെല്ലാവരും പേരൻസിനുള്ള നമ്മളൊരു കരുത്ത് എന്ന് പറയുന്നുണ്ടല്ലോ. കാരണം എല്ലാവരും മനസ്സിലുള്ളതാവും മക്കളൊക്കെ എവിടെ എത്തുമ്പോൾ ടീച്ചേഴ്സ് എങ്ങനെയൊക്കെ എന്നുള്ളത്, അതുപോലെ ഇഷ്ടപ്പെടുമോ എന്നുള്ളത്. കാരണം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്ത കുറേ ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഹെവൻസിൽ അങ്ങനത്തെ
അങ്ങനത്തെ ഒരു ധാരണകളേ ഇല്ല. എല്ലാ കുട്ടികൾക്കും എല്ലാ ടീച്ചേഴ്സിനോട് ഭയങ്കര കാര്യമാണ്. കാരണം ഒരാളെ പോലും നമുക്ക് നെഗറ്റീവ് എടുത്തിട്ട് പറയാനില്ല. കാരണം എല്ലാവർക്കും പോസിറ്റീവിലും പോസിറ്റീവ് കൂടുതലാണ്. ജസാഖല്ല ഹയർ പ്രത്യേകം നമ്മൾ ടീച്ചേഴ്സിനെ എന്താ പറയുക ഇത്രയും. കാരണം നമ്മളൊരു ദിവസം വന്നപ്പം തന്നെ കുട്ടികളെല്ലാവരും മാനേജ് ചെയ്യാന്നുള്ളത് ഒരു ടാസ്ക്കാണ്. കാരണം നമുക്ക് പറ്റുന്നതിലപ്പുറമാണ് കുട്ടികൾ ഭയങ്കര ഇതാണ്. അപ്പം ടീച്ചേഴ്സിന് നമ്മൾ അതുപോലെ ആൻറ്റിമാർക്കും അത് നമ്മൾ സമ്മതിച്ച് കൊടുക്കുക തന്നെ വേണം. പിന്നെ എന്താ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഓരോ പാരൻസിനും തീരൂല, അതിലും അപ്പുറമാണ് എല്ലാവർക്കും ഉള്ളത്. കാരണം ഹെവൻസ് എന്നുള്ള ഈ ഒരു സ്ഥാപനം എനിക്ക് തോന്നുന്നു നമ്മളിലൂടെ തന്നെ കുറേ പേരിൽ അത് എത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ വഴി തന്നെ കുറേ ഹെവൻസിൽ കുറേ കുട്ടികളെ ചേർത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുന്നില്ല എന്നേ ഉള്ളൂ, മുണ്ടുമണി എന്നുള്ള ആ ഒരു ഏരിയയിൽ എത്തൂലല്ലോ. അപ്പം നമ്മൾ സ്റ്റാറ്റസ് കാര്യങ്ങൾ കാണുമ്പം അത് വേറെ കുറേ ഹെവൻസിന് ഉപകാരപ്പെടുന്നുണ്ട്. കാരണം നമ്മളെ സ്റ്റാറ്റസിലൂടെ കുറേ ഹെവൻസിൽ കുറേ സ്റ്റുഡൻസ് വരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവൻസ്. ഇപ്പോൾ നമ്മളെ മക്കളെ ഹെവൻസിൽ ചേർത്തതിന് ശേഷം ഈ ഒരു ഇതിൽ തന്നെ ബേസിൽ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നല്ല ഇതേപോലെ നല്ല ദീനീപരമായിട്ട് മക്കളെ ഉയരങ്ങളിൽ എത്തിക്കണം എന്നുള്ള ആരും ആഗ്രഹം ഉണ്ടല്ലോ, അത് ഹെവൻസിൽ ഓരോ പാരൻസിനും കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അത് ഹെവൻസിൽ വന്നതിന് ശേഷമുള്ളതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അൽഹംദുലില്ലാ. കാരണം ഞാൻ ഭയങ്കരമായിട്ട് അംഗീകരിക്കുക എന്നുള്ളതും ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം കിട്ടിയെന്നുള്ളതുണ്ടല്ലോ, അത് ഞാൻ എൻ്റെ വീട്ടിലാണ് ഞാൻ അമ്മനോട് പറയലുണ്ട്. കാരണം ഞാൻ ഇർഫാനെ കല്യാണം കഴിച്ചതെന്നുള്ളതിൽ എനിക്ക് എൻ്റെ മക്കളെ കിട്ടിയത് അതിനുപരി എനിക്ക് ഹെവൻസ് കിട്ടിയതും ഞാൻ ഭയങ്കര ഒരു സന്തോഷമായിട്ടാണ് കാണുന്നത്. എന്നെ സംബന്ധിച്ച് അതെനിക്ക് ഭയങ്കര ഞാൻ പറയാം നമ്മൾ പറഞ്ഞാലും തീരൂല എന്നുള്ളതിലാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് ടീച്ചേഴ്സിന് എല്ലാവർക്കും ജസാഖല്ല ഹൈർ, പഠിച്ചവങ്ങളൊക്കെ ഹൈറാക്കട്ടെ. അസ്സലാമു അലൈക്കും.